الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أوصل اللهم ثواب قراءتنا بركة دعائنا إلى حضرة حبيبك نبينا مصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته. وإلى حضرات سائر الأنبياء والمرسلين والصحابة والقرابة وأهل بيت رسول الله كلهم أجمعين. وإلى حضرات مشايخنا والآباء والأمهات وأهل الخير كلهم أجمعين. اللهم زدهم شرفا وتعظيما وتكريما. اللهم اغفر علينا من فيوضاتهم وأمدنا بمددهم وانصرنا بنصرتهم وانفعنا بعلومهم في الدارين. اللهم إنا نسألك بحقوقهم وبجائهم أن تبارك لنا في أمرنا هذا وفي مكتبنا هذا وفيما نبجو إليه بحق نبيك مصطفى محمد صلى الله عليه وسلم. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات بأنواع رحمتك يا أرحم الراحمين. وصلى الله. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. SSFന്റെ 31ാമത് സാഹിത്യോത്സവ കാലത്തിലാണ് നമ്മളുള്ളത്. ഫാമിലി സാഹിത്യോത്സവങ്ങൾ, തുടർന്ന് ബ്ലോക്ക് സാഹിത്യോത്സവങ്ങൾ, യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾ, സെക്ടർ, ഡിവിഷൻ, ജില്ല, അങ്ങനെ അടുത്ത നവംബറിൽ ഗോവയിൽ നടക്കുന്ന നാഷണൽ സാഹിത്യോത്സവോടുകൂടെ സമാപിക്കുന്ന ഒരു നീണ്ട പ്രക്രിയയാണ് SSFന്റെ സാഹിത്യോത്സവ കാലം എന്ന് പറയുന്നത്. ഫാമിലികളിൽ നിന്ന് തുടങ്ങി നാഷണൽ ലെവലിൽ വരെ സാഹിത്യോത്സവം നടക്കുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് പ്രതിഭാധനരായ മനുഷ്യർ അവരുടെ സർഗാത്മക ശേഷികളെ മാറ്റുരച്ച് തിളക്കം കൂട്ടി പുതിയ കാല നിർമ്മിതിക്ക് വേണ്ടി പരിശീലനം സിദ്ധിക്കുന്ന ഒരു വലിയ കളരിയാണ് SSFന്റെ സാഹിത്യോത്സവ സംവിധാനം. 31ാമത് സാഹിത്യോത്സവിന്റെ ജില്ലാതല മത്സരങ്ങൾക്ക് വേദിയൊരുങ്ങുന്നത് നമ്മുടെ ഇടവണ്ണപ്പാറയിലാണ്. നമ്മൾ ഈ സാഹിത്യോത്സവ് ഇവിടെ നടക്കുമ്പോൾ നമ്മോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ നഗരമാണ് കോഴിക്കോട് നഗരം. മലബാറിന്റെ ആസ്ഥാനമാണ് കോഴിക്കോട്. ആ കോഴിക്കോട് നഗരത്തിന് യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന അംഗീകാരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ 31ാമത് സാഹിത്യോത്സവിന് ആ കോഴിക്കോട് നഗരത്തിന്റെ വരാന്തയിൽ കൊലായയിൽ ഇരുന്നു കൊണ്ട് സാഹിത്യോത്സവം നടത്തുന്നത്. കോഴിക്കോട് നഗരത്തിലെ വ്യത്യസ്തമായ സാഹിത്യ കോലായകളെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്വാഗത സംഘം ഓഫീസിന് സാഹിത്യ കോലായ എന്ന പേര് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു നഗരം യുനെസ്കോയുടെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് വിവിധ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഒന്ന് അവിടെ സാഹിത്യ സൃഷ്ടികളും സാഹിത്യപരമായ കാര്യങ്ങൾ, കലാപരമായ സംവിധാനങ്ങൾ സംഘടിപ്പിക്കുന്നതിലും അതിൻ്റെ പ്രചാരണത്തിലും ആ നഗരം നടത്തുന്ന അല്ലെങ്കിൽ ആ നഗരത്തിൽ നടക്കുന്ന അതിന് ആ നഗരവാസികൾക്കിടയിലുള്ള പ്രാധാന്യം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ലോകത്തെ വിവിധ സാഹിത്യ കൃതികളെ സ്വീകരിക്കുകയും അതിനെ വിവർത്തനം ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ആ നഗരത്തിൻ്റെ ഒരു സ്വഭാവമായ ഒരു കൾച്ചറായി ഉണ്ടാവണം. അങ്ങനെ വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു സാഹിത്യ നഗരം എന്ന വിശേഷണത്തിന് ഒരു നഗരം അർഹമാകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹിത്യ നഗരമായി കോഴിക്കോട് നഗരം പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ നടക്കുന്ന 31ാമത് സാഹിത്യോത്സവ് ആ കോഴിക്കോടിനോട് ഓരം ചേർന്ന് നിൽക്കുന്ന ചാലിയാറിന്റെ തീരത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായും അതിനനുസ്മരിക്കുന്ന ഒരു നാമം അതിൻ്റെ സ്വാഗതസംഘം ഓഫീസിന് വരിക എന്നത് സാന്ദർഭികമാണ്. 31ാമത് സാഹിത്യോത്സവിന് എടവണ്ണപ്പാറയിൽ ആതിഥേയത്വം നൽകുമ്പോൾ
എടവണ്ണപ്പാറയുടെ ചരിത്രപരമായ, സാഹിതീയമായ, സാംസ്കാരികമായ അതിൻ്റെ ശേഷിപ്പുകളെ, അതിൻ്റെ പാരമ്പര്യത്തെ ഇൻഷാ അല്ലാഹ് ഈ സാഹിത്യോത്സവ പ്രക്രിയയിലൂടെ, സാഹിത്യോത്സവിൻ്റെ അനുബന്ധ പരിപാടികളിലൂടെ, ഈ കോലായയിൽ നടക്കുന്ന സായാഹ്ന കോലായ ചർച്ചകളിലൂടെ നമ്മൾ ഓരോന്നോരോന്നായി അനാവരണം ചെയ്യുകയും പുതിയ കാലത്ത് ഈ ഗ്രാമത്തെ, ഈ പട്ടണത്തെ അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമങ്ങളിലെ കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ മുന്നേറ്റത്തിനുള്ള ഒരു അജണ്ട കൂടി തീരുമാനിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇൻഷാ അല്ലാഹ് സാഹിത്യോത്സവിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. 31ാമത് സാഹിത്യോത്സവിൻ്റെ സ്വസംഗം ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിൻ്റെ അഭിമന്യരായ പ്രസിഡന്റ് സയ്യിദ് അഹമ്മദ് കബീർ അൽ ബുഖാരി തങ്ങൾ നമുക്ക് ഈ കോലായ തുറന്നു തന്നു. ഇൻഷാ അല്ലാഹ് പ്രവർത്തകരെന്ന നിലക്ക് ഇവിടെ കൂടിയ ആളുകളോട് പറയാനുള്ളത്, ഈ കോലായ തുറന്നിരിക്കുന്നൊരു കോലായയാണ്. ഇവിടെ ഇൻഷാ അല്ലാഹ് സായാഹ്നങ്ങളിൽ വ്യത്യസ്തമായ ചർച്ചകളും സംവാദങ്ങളും കവിതകളും കഥകളും അതുപോലെ മറ്റു പല പരിപാടികളും നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോരുത്തരും ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ വൈകുന്നേരം ഈ കോലായയിൽ ഒന്ന് കയറിയിരിക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സാഹിത്യോത്സവിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും സജീവമായി ഉണ്ടാവുകയും നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന, പ്രസ്ഥാനത്തിന് ശക്തി പകരുന്ന, പുതിയ യൗവനങ്ങളെ രൂപീകരിച്ചെടുക്കുന്ന സാഹിത്യോത്സവിന്റെ സംവിധാനങ്ങളുമായി നമ്മൾ എപ്പോഴും ചേർന്ന് നിൽക്കുകയും വേണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകൾക്കും ഈ വേദിയിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം നേരുന്നു. പ്രത്യേകിച്ചും ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് സാഹിത്യോത്സവ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ അഭിമന്യരായ CM ഉസ്താദാണ്. ഉസ്താദിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് സാഹിത്യോത്സവിന്റെ ആതിഥേയ പഞ്ചായത്തായ വാഴക്കാട് പഞ്ചായത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് CV സക്കരിയ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിൽ ഇൻഷാ അല്ലാഹ് മുതുവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KP ബാബുരാജ് എത്തിച്ചേരും. അദ്ദേഹത്തിനും സ്വാഗതം നേരുന്നു. ചീക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP സഴീദ് നമ്മുടെ ഒപ്പമുണ്ട്. അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ SSFന്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഷാഫി തഖാഫി, ജനറൽ സെക്രട്ടറി അനസ് കാരി പറമ്പ്, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിവിധ നേതാക്കളെ KC ഉസ്താദ്, EM അഹമ്മദ് കുട്ടി മൗലവി, അതുപോലെ പിന്നെ മറ്റു പലരും, ബാക്കവി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ചും നമുക്ക് ഈ സ്വാഗത സംഘം ഓഫീസ് അനുവദിച്ചു തന്ന, താൽക്കാലികമായി ഈ ഓഫീസ് അനുവദിച്ചു തന്ന ഈ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥർ ബഹുമാനപ്പെട്ട നമ്മുടെ ബിച്ചാപ്പു കുളമ്പലം, അതുപോലെ അടൂരപ്പറമ്പിലെ ചെറിയാപ്പുഹാജിയുടെ മകൻ കുഞ്ഞുട്ടി, അള്ളാഹു ചെറിയാപ്പുഹാജിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. ഏറെ ബഹുമാന്യനായ ഈ SSFന്റെ സാഹിത്യോത്സവ സ്വാസംഘത്തിന്റെ അധ്യക്ഷൻ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട CM മൗലവി, ഈ സ്വാസംഘ ഓഫീസ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം വെച്ച പ്രിയപ്പെട്ട തങ്ങൾ, വേദിയിലിരിക്കുന്ന ചീക്കോട് ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ സഹീദ്, ഇവിടെ എത്തിച്ചേരാനുള്ള മുതുവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു, അതുപോലെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന SSFന്റെയും SFCSന്റെയും സമുന്നതരായ നേതാക്കന്മാരെ, നീണ്ട 31ാമത് സാഹിത്യോത്സവം തുടർച്ചയായി നടത്തുന്ന SS മാതൃകാപരമയുടെ സോദപ്രാസംഗം സൂചിപ്പിച്ചതുപോലെ വീടുകളിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ഓരോ യൂണിറ്റിലും തുടങ്ങി, അത് പഞ്ചായത്ത് തലത്തിലും ഏരിയ തലത്തിലും തുടങ്ങി, അത് സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലും ഗോവയിൽ വെച്ച് വരെ നടത്തുന്ന പരിപാടിയുടെ ജില്ലാതല സാഹിത്യോത്സവം ഒരു വലിയ പട്ടണമായി വളരുന്ന എടവണ്ണപ്പാറയിൽ ആണ് വെച്ച് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രാധാന്യം ഈ SSFന്റെ സാഹിത്യോത്സവത്തിനുണ്ട്. നമുക്കറിയാം,
ഇസ്ലാമിക ഒട്ടനവധി സാഹിത്യകാരന്മാർ, സൈനുദ്ദീൻ മക്തൂമിനെ പോലത്തെ പേരുകേട്ട ഒട്ടനവധി സാഹിത്യകാരന്മാർ ഇസ്ലാമിയുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇസ്ലാമിക സാഹിത്യോത്സവം നടത്തുന്ന ഉദ്ദേശ്യം പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ അനുസരിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ, വരും തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഉള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വളരെ വീറും വാശിയോടും കൂടി സാഹിത്യോത്സവത്തിന് മാറ്റുരക്കുന്നതാണ് യൂണിറ്റ് തലം മുതൽ നടക്കുന്നത്. നല്ല വിദ്യാർത്ഥികളെയും നല്ല സമൂഹത്തെയും നല്ല പണ്ഡിതന്മാരെയും വാർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രയാസം നിറഞ്ഞ ആണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ ഭയാനകമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്ന് നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഈ രാജ്യത്തിന്റെ ജനാധിപത്യവുമൊക്കെ തകർക്കുന്ന രീതിയിലാണ് ഇന്ത്യ രാജ്യത്തെ വീണ്ടും ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ തന്നെ ഒരു കൂട്ടായ്മ, മതേതര ജനാധിപത്യ കൂട്ടായ്മ ഉയർത്തേണ്ടതുണ്ട്. അതടക്കം നമ്മുടെ സാഹിത്യോത്സവത്തിൽ അതിനൊക്കെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇസ്ലാമിക ചരിത്രത്തോടൊപ്പം തന്നെ സാഹിത്യോത്സവം വരേണ്ടതുണ്ട്. അപ്പം ഇത്തരത്തിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയില്ല. വലിയ പണ്ഡിതന്മാരും ആളുകളൊക്കെ തന്നെ സംസാരിക്കാനുണ്ട്. ഏതായാലും ഈ SSFന്റെ ഈ ഇവിടെ നടത്താൻ പോകുന്ന പരിപാടിക്ക് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വ്യക്തിപരമായിട്ടും ഇത്തരത്തിലുള്ള വിപുലമായ സാഹിത്യോത്സവം അത് വളരെ ഭംഗിയായി സർവശക്തം വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അതോടൊപ്പം ഇതിനോട് എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ SSFന്റെ നിരന്തരമായ SOS-ന്റെ പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സാഹിത്യോത്സവത്തിൽ ഉണ്ടാവും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ബിസ്മില്ലാഹിർ റഹ്മാനിർ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന് ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോട്, പലരുടെയും പേര് വിട്ടുപോയിട്ടുണ്ട്, ഏതായാലും അത് ക്ഷമിക്കണം, ഏതായാലും ഇതിന്റെ സംഘാടകരോട് ഇത് നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷനും ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവത്തിന്റെ ചെയർമാൻ കൂടിയായ CM ഉസ്താദ്, എൻ്റെ സുഹൃത്തും ഈ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സക്കരിയ സാഹിബ്, അതുപോലെ ഈ ഓഫീസ് ഉദ്ഘാടനം നടത്തിയ ബാപ്പു തങ്ങൾ, ഹുസൈൻ മുസ്ലിയാർ, AK ഉസ്താദ് അക്കോട്, കുഞ്ഞിഹാജി, മൈദികുട്ടി സഖാഫി, റഷീദ് വാക്കവി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ കൃത്യമായി യൂണിറ്റ് തലം മുതൽ ദേശീയ തലം വരെ നടക്കുന്ന സാഹിത്യോത്സവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് സ്വാഗത പ്രഭാഷണങ്ങൾ കൃത്യമായി തന്നെ സൂചിപ്പിച്ചു. അതുപോലെ ഇന്ന് സ്വാഗതസംഘം ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ ഓഫീസ് ഉദ്ഘാടനത്തോടു കൂടി തന്നെ സ്വാഗത പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ ചർച്ചാ ക്ലാസുകളും അതുപോലെ തന്നെ സമൂഹത്തിൽ അറിയേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും എന്ന് അറിഞ്ഞു. ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ മതബോധത്തോടു കൂടിയുള്ള കലാവാസന കാര്യങ്ങളും മുഴുവൻ ഈ സാഹിത്യോത്സവത്തിൽ വന്നു പോകുന്നുണ്ട്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ പ്രഭാഷണമായാലും പാട്ടായാലും കവിതയായാലും ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും ഈ നടത്തുന്ന സാഹിത്യോത്സവം കൊണ്ട് അതിനുള്ള ഒരു പ്രചോദനം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈസ്റ്റ് ജില്ലാ പരിപാടി ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ പ്രദേശത്താണ് ഈ പരിപാടി നടക്കുന്നത്. അത് വിജയിപ്പിക്കുക എന്നുള്ളത് നാട്ടുകാരുടെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളാൽ കഴിയുന്ന എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട്
ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് 31ാമത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിൻ്റെ സാഹിത്യകോലായിലെ ആദ്യ പ്രോഗ്രാമാണ് നമ്മളിവിടെ സംവദിച്ചിരിക്കുന്നത്. ചരിത്രപരമായ ഒരുപാട് തീരുമാനങ്ങൾക്കും ജില്ലാ സാഹിത്യോത്സവങ്ങളിലെ വരും തലമുറകൾക്ക് പകർന്നെടുക്കാൻ പറ്റിയ ഏറ്റവും മൂല്യമുള്ള മോഡലുകൾക്ക് പിറവിയെടുക്കാൻ ഈ സാഹിത്യകോലായ ഭാഗ്യം നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞകാല സാഹിത്യോത്സവങ്ങളിൽ സാഹിത്യോത്സവിനെ വേറിട്ടും വ്യത്യസ്തമാക്കുകയും ചെയ്തത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സാഹിത്യോത്സവിൻ്റെ സ്വാഗത സംഘം ഓഫീസുകളാണ്. നാട് മുഴുവൻ ഇരുട്ടിലാവുമ്പോഴും ജില്ലാ സാഹിത്യോത്സവിൻ്റെ സ്വാഗത സംഘം ഓഫീസുകളിൽ വെളിച്ചം തെളിഞ്ഞിരിക്കും. ജില്ലാ സാഹിത്യോത്സവ് വഴി നാട്ടിലെ സാംസ്കാരിക നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് നമ്മുടെ ഏരിയയിലെ ഓരോ വീട്ടിലെ ഉമ്മമാരെയും കുട്ടികളെയും എങ്ങനെ ഉപയോഗപ്പെടുത്താം, അവരിലേക്ക് എങ്ങനെ ഈ ദീനിന്റെ സന്ദേശം എത്തിക്കാമെന്ന ചർച്ചയിലായിരിക്കും ഒരു പറ്റം പ്രവർത്തകർ, നേതാക്കൾ. ഷിഫ്റ്റായി ദിവസങ്ങൾ മാറി മാറി വന്ന് ഈ ഓഫീസ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പുതിയ മോഡലിൽ എടവണ്ണപ്പാറയിലെ പകർത്താൻ പറ്റിയ മാതൃകാപരമായ സാഹിത്യോത്സവം നമുക്ക് പറയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഏറെ സന്തോഷമുള്ള നിലയിലാണ് കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്തിനും തയ്യാറുള്ള ഊർജ്ജസ്വലരായ നേതൃത്വമാണ് ഇവിടുത്തെ സൗഭാഗ്യം. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവർത്തകർ ഒരുമിച്ചു നിന്നാൽ ജില്ലാ സാഹിത്യോത്സവിലെ ഏറ്റവും ഭംഗിയുള്ള സാഹിത്യോത്സവമായി ഈ വർഷത്തെ സാഹിത്യോത്സവം നമുക്ക് മാറ്റാൻ കഴിയും. ഇൻഷാ അല്ലാഹ് 3-4 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്റ്റേജ് സംവിധാന പരിപാടികളാണെങ്കിൽ പോലും സാഹിത്യോത്സവിന്റെ സ്വാഗത സംഘം മുതൽ നമ്മൾ പ്രവർത്തിച്ച് രേഖ കരടുണ്ടാക്കി വെച്ച ഓരോ കാര്യങ്ങളിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇന്നു മുതൽ നമ്മുടെ ഈ സാഹിത്യോത്സവിനെ അറിയാത്ത ആരും ഉണ്ടാവുകയില്ല. പിരിശപ്പതിയിലൂടെ നമ്മൾ ഓരോ വീടുകളിലൂടെ എത്തിയെങ്കിൽ പോലും മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവ എടവണ്ണപ്പാറ എന്ന വലിയ സന്ദേശം ഓരോ വീടുകളിലും നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലെ ഓരോ വേദികളിലും നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സാഹിത്യോത്സവിൻ്റെ ഈ സാഹിത്യകോലാലയിൽ ഇനിയും നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ സയ്യിദ് അവറുകളെ, CM ഉസ്താദ്, മറ്റു നേതാക്കളെ, SSFൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സാഹിത്യോത്സവ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മിലേക്ക് സമാഗതമായി. ആതിഥേയരായ നമ്മൾ ഈ പരിപാടി സർവാത്മന വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നാം മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം ഒക്കെ ഒത്തൊരുമിച്ച് കൈകോർത്ത് നിന്നാൽ മറ്റുള്ള എല്ലാ പരിപാടികളും പരിപൂർണമായി വിജയിപ്പിച്ചെടുക്കാൻ സാധ്യമായതുപോലെ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സംരംഭവും പരിപൂർണമായി വിജയിപ്പിക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ നാം സജീവമാക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പരിപാടി തന്നെ അറിയാത്ത പല യൂണിറ്റ് പ്രവർത്തകരും ഉണ്ട് എന്നതൊരു ദുഃഖസത്യമാണ്. എന്തുകൊണ്ടെന്നറിയില്ല, നമ്മുടെ പ്രചാരണത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം.
ഏതായാലും ശരി, ഇനിയുള്ള ദിവസങ്ങളിൽ നാം അരയും തലയും മുറുക്കി നമ്മുടെ ഈ സാഹിത്യോത്സവ് വിജയിപ്പിച്ചെടുക്കാൻ നമ്മൾ അധ്വാനിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ബഹുമാന്യനായ സെക്രട്ടറി റസാഖ് മാസ്റ്റർ അത്യാവശ്യമായി പങ്കെടുക്കേണ്ട ഒരു ഫാമിലി പരിപാടി ഉള്ളത് കൊണ്ട് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതും അറിയിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനവും സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. സമാദരണീയരായ സജീദ് അവർ, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സംഘ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. വിദ്യാർത്ഥികൾ സനാതന മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അവരെ കൈപ്പിടിച്ച് അവരെ മൂല്യമുള്ള ഒരു നല്ല പ്രവർത്തകരാക്കി മാറ്റാൻ വേണ്ടിയുള്ള വളരെ ബൃഹത്തായ പ്രവർത്തനവുമായിട്ടാണ് SSF മുന്നോട്ട് പോകുന്നത്. SSF എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികൾ തന്നെയാണ്. അവരെ കൈപ്പിടിച്ച് ഉയർത്തി അവർക്ക് ആവശ്യമായ വെള്ളവും വെളിച്ചവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമ്മളാകുന്ന രക്ഷിതാക്കൾക്കുണ്ട്. അതിന് ഏറ്റവും ഉപയുക്തമായ രൂപത്തിലുള്ള ഒരു ബൃഹത്തായ ജില്ലാ സംവിധാനത്തിലുള്ള ഒരു മത്സര പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സംഘ കുടുംബങ്ങൾ ഒന്നടങ്കം ഇതിനു വേണ്ടി പ്രവർത്തിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്കൊരു മാസം കഷ്ടിച്ച് ഒരു മാസം തന്നെയാണുള്ളത്. ഈ മാസത്തിൻ്റെ ഉള്ളിൽ വളരെ എല്ലാ മുക്കിലും മൂലയിലും അറിയുന്ന രൂപത്തിൽ ഈ ഡിവിഷന്റെ പരിധിയിൽ മുഴുവനും തടകുടഞ്ഞെഴുന്നേറ്റ് എല്ലാ നിലക്കുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ വന്ന ആളുകൾ എന്ന് പറയുന്നത് കുറവല്ല. ഒരാൾ ഒരു 100 ആൾക്ക് പ്രതിനിധികളായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരൊറ്റ ദിവസം ഒഴിവാകാതെ ഈ ഓഫീസ് അതിനുവേണ്ടി ഇത്രയും വിശാലമായ ഒരു ഓഫീസ് സംസ്ഥാന പരിപാടികൾക്ക് പോലും ഉണ്ടാവാറില്ല. അത്രയും വിശാലമായ ഒരു ഓഫീസ് സംവിധാനിച്ച് അതിനുവേണ്ടി തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും അതിനുവേണ്ടി തയ്യാറായി നമ്മളെ കുട്ടികൾക്ക് പ്രചോദനം നൽകണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനൊക്കെ സ്വാഗത സംഘം അതിൻ്റെ രൂപങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഇനിയും വിപുലപ്പെടുത്തി തീരുമാനങ്ങൾ കൊണ്ടുവരും. നമ്മളെല്ലാവരും എല്ലാ വിഷയത്തിലും അതിൽ അരയും തലയും ഉറക്കി രംഗത്തിറങ്ങി സംഗതികളൊക്കെ വളരെ ജോറാക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആശംസകൾ അർപ്പിക്കുന്നു, ദുആ വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയരായ സയ്യിദ് അവറുകൾ, ബഹുമാന്യരായ നേതാക്കളെ, SSF വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന അനേകം പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യോത്സവ്. ജില്ലാ സാഹിത്യോത്സവ് നടത്താൻ ഏറ്റവും യോഗ്യമായ ഒരു സ്ഥലം തന്നെയാണ് എടവണ്ണപ്പാറ എന്നതിൽ സംശയമില്ല. കേരളത്തിൻ്റെ വൈജ്ഞാനിക ചരിത്രം പരിശോധിക്കുമ്പോൾ ആധുനികമായ രീതിയിൽ ഒരു ദർസ് സംവിധാനത്തിന് സിലബസ് അടക്കം ക്രമീകരിച്ചുകൊണ്ട് പുതിയ കാലത്ത് ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നു വരുന്ന മദ്രസ സംവിധാനം പോലെ ഏറ്റവും ആധുനികമായ ഒരു സംവിധാനം രൂപപ്പെടുത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ വാഴക്കാട് ദാറുൽ ഉലൂം. അതുപോലെ തന്നെ വൈദേശികർക്കെതിരായുള്ള പോരാട്ടത്തിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച നാടാണ് കൊന്നാരി. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇത്തവണ ജില്ലാ സാഹിത്യോത്സവം നടക്കുന്നത് എന്ന് തീർച്ചയായും അത് ചരിത്രത്തിൽ അടയാളപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ കാലത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ
വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സാധിക്കുക എന്നത് നമ്മുടെ ഒരു തിരിച്ചറിവാണ്. പുതിയ കാലത്തിൻ്റെ വിശേഷങ്ങൾ പറയാനും ആ വിശേഷങ്ങളോട് ചേർന്ന് നിൽക്കാനും തിരുത്താനും പുതിയ കാലത്തെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നത് ഈ സാഹിത്യോത്സവിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അങ്ങനെ ഒരുപാട് തർബിയത്ത് നടക്കുന്ന, സംസ്കരണങ്ങൾ നടക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ പരിപാടി തികച്ചും ഒരു ആത്മീയ പ്രവർത്തനം കൂടിയാണ്. അങ്ങനെ ഒരു വലിയ ആത്മീയ പ്രവർത്തനത്തിനുള്ള ഒരു തർബിയത്തിൻ്റെ ഒരു പരിവർത്തനത്തിൻ്റെ വേദി കൂടിയാണ് സാഹിത്യോത്സവം എന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള ഈ കോലായി തുറന്നതു മുതൽ ഇനി സാഹിത്യോത്സവിൻ്റെ കസേര അട്ടിവെക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കൊരുപാട് പ്രതിഫലങ്ങൾ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കാരണമാകുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നേരത്തെ ആമുഖങ്ങളിലും മറ്റുമൊക്കെ ഉസ്താദുമാർ പറഞ്ഞതുപോലെ ഈ കോലായി ഇനി ഇങ്ങനെ ഇവിടെ ഷട്ടർ താഴാതെ ആഗസ്റ്റ് 4 വരെ ഇങ്ങനെ കിടക്കും. വ്യത്യസ്തമായ പരിപാടികൾ ഇവിടെ ഉണ്ടാകും. ആ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുറേ കൂട്ടുകാരെ ഈ കോലായിലേക്ക് എത്തിച്ചേരാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കൂടിയതും പിരിഞ്ഞതും അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ അമലായി നമ്മളെ ഹസനാത്തിൻ്റെ ഏടിൽ എഴുതി ചേർക്കുമാറാവട്ടെ. ഈ നല്ല സമയത്ത് ഈ നമ്മൾ ഒരുമിച്ചുകൂടി ഇതിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശാരീരിക, മാനസിക, സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല സലാമത്താക്കി റാഹത്തും സന്തോഷമാക്കി തരുമാറാവട്ടെ. എടവണ്ണപ്പാറ ഇതിൻ്റെ ഭൂമിശാസ്ത്രം പരിശോധിക്കാൻ 4 സർക്കിളും ഒരേ ബിന്ദുവിൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. അത് 4 ഭാഗത്തുനിന്നും ഇടവണ്ണപ്പാറയെ ആശ്രയിക്കുന്ന സ്ഥലമാണ് ഇടവണ്ണപ്പാറ. മറ്റ് സ്ഥലങ്ങൾ റോഡങ്ങ് പോകും, അവിടെ ഒരു അങ്ങാടി ഉണ്ടാകും. ഇതല്ല, അത് ഓമാനൂർ ഭാഗത്തുനിന്നും വാഴക്കാട് ഭാഗത്തുനിന്നും എളമരം ഭാഗത്തുനിന്നും ബാവൂര് ഭാഗത്തുനിന്നും എല്ലാവരും കൂടെ ഒരേ സമയത്ത് ഒരുമിച്ച് കൂടുന്ന ഒരു കേന്ദ്രമാണ് ഇടവണ്ണപ്പാറ എന്ന്. ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ ഈ ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ നമ്മൾ സാഹിത്യോത്സവ് പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന മാർഗം നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം ഈ ഏരിയ കുറേ ഒരു ഭാഗത്ത് നീണ്ടു പോകല്ല, ചുറ്റൽ ഒരു കയ്യിൻ്റെ ഉള്ളനടി പോലെ എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മളെ AK ഉസ്താദ് പറഞ്ഞു മിക്ക യൂണിറ്റും അറിഞ്ഞ് കാണില്ല എന്ന് തോന്നും. ഇതും നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റുന്നൊരു ഏരിയയാണ് ഇടവണ്ണപ്പാറ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രവർത്തകന്മാർ അത് ജാഗ്രത പോലെ കാണണം. കാരണം ഇത് കൂലിട്ടുന്ന കാര്യമാണ്. കല്യാണം കഴിക്കുമ്പോൾ അതിൽപ്പെട്ടൊരു കാര്യമാണ് റസൂലുള്ളാഹിൻ്റെ ഉമ്മത്ത് അധികരിക്കട്ടെ എന്ന് കരുതരുത്. എന്നെക്കൊണ്ട്, എൻ്റെ മക്കളെക്കൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിൽ എണ്ണം കൂടട്ടെ എന്ന് കരുതലാകുമ്പം ഇതുകൊണ്ടൊരു ഉദ്ദേശ്യം ദീനീ ദഅവത്ത് എന്നെക്കൊണ്ട് നടക്കട്ടെ എന്നൊരു ചിന്ത നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം പ്രശ്നമില്ലാതാവും. അല്ലാഹു സുബ്ഹാനഹു നമ്മളെ നെയ്യത്തോടെ പ്രവർത്തനക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ഈ ബിൽഡിങ്ങിൻ്റെ സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തന്ന കുഞ്ഞാപ്പാജി, അതുപോലെ ചെറിയപ്പാജിൻ്റെ മകൻ, അതുപോലെ നമുക്ക് സാഹിത്യോത്സവത്തിൻ്റെ സ്റ്റേജ് കണ്ടുവച്ച IP ഹാജി, അതുപോലെ കുഞ്ഞാജി, ഇതുപോലെ ഈ നാട്ടിൽ ദീനീ പ്രവർത്തന മേഖലയുള്ള ഉമറാക്കൾ കുറേയുണ്ട്. അവരെയും എല്ലാവരെയും നമുക്ക് അള്ളാഹു ദീനിൻ്റെ സേവനത്തിനായി അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് ജീവിക്കാൻ, പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പലവരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പലവരും മരണപ്പെട്ടവരും പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് ഇന്നിപ്പം ബാബൂര് സുലൈമാൻ മുസ്ലിയാർ അളിയൻ പെങ്ങളെ ഭർത്താവ് സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിലാണ് പറഞ്ഞ് വിളിച്ചിരുന്നു. ഇങ്ങനെ എത്രയോ പേര് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നു. ഇവിടെ അള്ളാഹു നമ്മൾക്ക് പല നല്ല സൗകര്യങ്ങൾ എല്ലാവർക്കും തന്നിട്ടുണ്ട്. മുമ്പൊക്കെ ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത വീട്ടിൽ കാറും ബൈക്കും വണ്ടികൾ നിറഞ്ഞു. പക്ഷേ ഒരു തലക്കുന്ന രോഗങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അള്ളാഹു നമ്മൾ ചില തെറ്റ് കാരണം മാരക രോഗങ്ങളെ കൊണ്ട് അള്ളാഹു ശിക്ഷിക്കാതിരിക്കുമാറാവട്ടെ.
അതുപോലെ നമ്മൾ മരണപ്പെട്ടു പോയവരിലേക്ക് ഇതിൻ്റെ മിഥിൽ സവാബ് അവരെ ഖബറിൽ അള്ളാഹു ഈനാസ് നൽകുമാറാവട്ടെ. നമ്മുടെ നാട്ടിലെ ഉമറാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് ആഫിയത്തോടെ ദീനി ഖിദ്മയിൽ ഔദാര്യമായി നൽകുമാറാവട്ടെ. ഇത് നമുക്ക് സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു തരുന്ന ആരെന്തെല്ലാം ഉണ്ടോ, ഏത് വിഭാഗക്കാരായാലും അവർക്കെല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും അധികരിപ്പിച്ചെടുക്കുമാറാവട്ടെ. നമ്മളെയും നമ്മളെ കുടുംബത്തിലും അതുപോലെ നമ്മളെ പ്രവർത്തന മേഖലയിലുള്ള എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും ഇസ്സത്തും ഐശ്വര്യവും അധികരിപ്പിച്ചു തരുമാറാവട്ടെ. അള്ളാഹു ദീനിന് വേണ്ടി സേവനം ചെയ്യുവാനും ചെലവഴിക്കുവാനുള്ള ഐശ്വര്യവും ആയുസ്സും അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെയും നമ്മളെ മക്കളെയും ശിഷ്യന്മാരെയും അള്ളാഹു സുബ്ഹാനഹു തആല സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നിലക്കുള്ള ആഫത്തിൽ നിന്നും എടങ്ങേറിൽ നിന്നും മുസീബത്തും നമ്മളെയും നമ്മളെ കുടുംബത്തെയും പ്രവർത്തകന്മാരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കണ്ണേറിൽ നിന്നും സിഹിറിൽ നിന്നും പിശാചിൻ്റെ ഷർറിൽ നിന്നും എല്ലാ നിലക്കുള്ള രോഗങ്ങളിൽ നിന്നും അവരെയും നമ്മയും എല്ലാം അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ. നമ്മുടെ ഇടയിൽ പ്രവർത്തകന്മാരുടെയും സുന്നത്ത് ജമാഅത്തിനിടയിൽ അള്ളാഹു സ്നേഹവും ഐക്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന കണ്ണീർ സിഹിറിനെ അല്ലാഹു തആല ബാത്തിലാക്കി തരുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ റഹ്മതിക യാ റഹ്മാൻ. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവാദരണീയരായ സയ്യിദ് അവറുകൾ, പ്രാസ്ഥാനിക നേതൃത്വം, അൽഹംദുലില്ലാഹ് ജില്ലാ സാഹിത്യോത്സവിൻ്റെ എല്ലാവരും ഈ സൺപാക്ക് ബോർഡ് കെട്ടി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോകാവൂ എന്ന് അറിയിക്കുകയാണ്. അതിനുശേഷമായിരിക്കും നമ്മുടെ യോഗം ഉണ്ടാവുക. അൽഹംദുലില്ലാഹ് നമ്മുടെ സാഹിത്യ കോലായിയുടെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ഒരു മാസക്കാലം വളരെ സജീവമായി നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് ഇവിടെ നിരന്തരമായി മീറ്റിങ്ങുകളും മറ്റുമായി നമ്മുടെ ഈ സംഘടനാ തലത്തിൽ വലിയൊരു വളർച്ച സാധ്യമാക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സംഗമം, ഈ സാഹിത്യകോലായ നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്ന ഈ ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ സോൺ മുസ്ലിം ജമാഅത്തിൻ്റെ അധ്യക്ഷൻ സയ്യിദ് അഹമ്മദുൽ കബീർ ബുഖാരി തങ്ങൾ, ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കരിയ സാഹിബ്, ഇവിടെ അധ്യക്ഷം വഹിച്ച സ്വാഗത സംഘം ചെയർമാൻ CM മൗലവി ഉസ്താദ്, ആശംസകൾ നേർന്ന ചീക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സയ്യിദ് സാഹിബ്, വേദിയിലുള്ള SMAയുടെ അസംകുട്ടി ഉസ്താദ്, AKC ഉസ്താദ്, കുഞ്ഞു ഹാജി, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾ, ജില്ലാ നേതൃത്വം, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞ് ഈ സംഗമം പിരിയുന്നു.